Welcome to LearnWise Orientation 11th edition. LearnWiseന്റെ പാർട്ടിൽ നിന്ന് ലിൻസി ആണ് നിങ്ങളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു പുതിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു ലക്ഷ്യത്തോടു കൂടെ തന്നെ ഒരു പുതിയൊരു യാത്ര ഇന്ന് തുടങ്ങുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജോലിയുടെ ഇടയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടാവും, വർക്ക് റെസ്പോൺസിബിലിറ്റീസിന്റെ കൂടെ, അതുപോലെ തന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ഗ്യാപ്പിന് ശേഷം പുതിയൊരു എനിക്കൊരു UG ഒരു PG പഠിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഡിഗ്രി കൂടി കരസ്ഥമാക്കണം എന്നുള്ളൊക്കെ ഒത്തിരി അംബീഷൻസോട് കൂടെ അല്ലെങ്കിൽ ഒത്തിരി സ്വപ്നങ്ങൾ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ലേൺവൈസ് ടീം മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്നും ആദ്യമായി തന്നെ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഇഗ്നോയിൽ നിങ്ങളുടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേൺവൈസിനെ ചൂസ് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് കൂടി പറയുകയാണ്. നമ്മൾക്ക് ഇന്ന് നമ്മളുടെ സെഷൻ നമുക്കറിയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും അത്ര ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. We have the orientation 11th edition we are starting today. നമ്മളുടെ 11th edition നമ്മൾക്കറിയാം, നമ്മുടെ 10th edition ശേഷം 11th editionന്റെ പാർട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഇന്ന് 9th February 2026 ഒത്തിരി സന്തോഷത്തോടു കൂടെ നമ്മുടെ ഓറിയന്റേഷൻ 11th edition സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് എ വെരി കാം സ്റ്റാർട്ട് ആൻഡ് വിത്ത് എ വെരി ക്ലിയർ പ്ലാൻ. നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തായിരിക്കും ഓറിയന്റേഷൻ എന്നൊക്കെ ഉള്ളതിന്റെ ഒത്തിരി ആകാംക്ഷയൊക്കെ ഉണ്ടാവും. അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ലുക്കും നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ നമ്മളുടെ സെഷന്റെ പ്ലാൻ എന്താന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസിന്റെ ഇടയിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ട് ക്ലിയർ ആയിട്ട്, അതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു 1 hour അല്ലെങ്കിൽ ഒരു 45 minutes എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓർമ്മയായിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഓറിയന്റേഷൻ സെഷൻസ് മാറാൻ പോകുന്നത്. ഇന്നത്തെ നമ്മളുടെ ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത്, നമ്മൾക്കറിയാം നമ്മുടെ കഴിഞ്ഞു പോയ ഓറിയന്റേഷൻ, അതായത് 10th edition OP 10.0യുടെ ഇമ്പാക്ട്, അതുപോലെ തന്നെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഔട്ട്ലുക്ക് എങ്ങനെയായിരുന്നു 10th edition പോയിട്ടുണ്ടായിരുന്നേ എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം 11th edition, അതായത് നമ്മുടെ ഓറിയന്റേഷൻ 11th editionലാണ് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും നമ്മുടെ 11th editionൽ നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും 11th editionൽ നമ്മളുടെ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടാവുക. അതിനുശേഷം ഞാൻ ആദ്യമേ നിങ്ങൾക്കൊരു ക്വിക്കായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരുന്നു അല്ലേ, നിങ്ങളുടെ പേരുകളെല്ലാം റീനെയിം ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പോസ്റ്റേഴ്സിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ മെന്റേഴ്സ് അതുപോലെ തന്നെ LSEs നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്ന കുറെ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ്സുകൾ ഉണ്ട്. നമ്മുടെ ഓറിയന്റേഷനിൽ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ ഇൻസ്ട്രക്ഷൻ തന്നത്, നിങ്ങളുടെ പേരുകൾ റീനെയിം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഓറിയന്റേഷൻ 11th editionന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെ പോലെ തന്നെ ലേൺവൈസിന്റെ ടീമിലായിരുന്നു നമ്മുടെ ലേണേഴ്സ് ആയിരുന്നു നമ്മുടെ പഠിച്ച് നമ്മുടെ പാസ് ഔട്ട് ആയിട്ടുള്ള നമ്മുടെ ലേണേഴ്സ് ആണ് ഇന്ന് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മളുടെ എന്തൊക്കെയായിരിക്കും അപ്കമിങ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് എന്നുള്ളതായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ ലേണേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ പേര് റീനെയിം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്നും കൂടി എൻഷ്യൂർ ചെയ്യുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പെഷ്യൽ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻറ്ററോ അല്ലെങ്കിൽ LSEയോ ഇപ്പോൾ മെസ്സേജ് അയക്കുക കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പേര് എഴുതാം, അതുപോലെ തന്നെ ഫുൾ നെയിം എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് ചിലപ്പോൾ സെയിം നെയിമുള്ള 2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഹൈഫൺ, നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ അത് നിങ്ങൾ കൊടുക്കുക. നമ്മുടെ സൂമിൻ്റെ അറ്റൻഡൻസ് റിപ്പോർട്ട്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ്സ് കൊടുക്കുന്നുണ്ടാവും. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും.
നമുക്കറിയുന്ന പോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ക്വിക്ക് സെഷൻ്റെ ഒരു എറ്റിക്യൂട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പോൾ ഫോണിൽ നിന്ന് ജോയിൻ ചെയ്തേക്കുന്നവരാണെങ്കിലും നമ്മളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് ജോയിൻ ചെയ്തേക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ മൈക്രോഫോൺസ് മ്യൂട്ട് ആണെന്നുള്ളത് എൻഷ്യൂർ ചെയ്യുക. നമ്മൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ഫോണിൻ്റെ താഴെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു മൈക്രോഫോണിൻ്റെ ഒരു നമ്മുടെ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് പോലെ ചെറിയൊരു സിമ്പിൾ ഒരു ഐക്കൺ, മൈക്രോഫോൺ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാരണവശാലും നിങ്ങളത് പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എൻഷ്യൂർ ചെയ്യുക. ബിക്കോസ് നമ്മുടെ സെഷന് നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കണ്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളായിട്ട് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസസ് ഒന്നും വരുത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ ചാറ്റ് ഓപ്ഷൻസ്. നമുക്ക് നമ്മളുടെ ചാറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അഡീഷണലി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾക്ക് റിയാക്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളുടെ അവൈലബിൾ ആണ്. നമ്മൾക്ക് എന്തെങ്കിലും ഇമോജീസോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിലോ അത് യു കെ അല്ലെങ്കിൽ ഒരു സ്മൈലി ഫേസ് ഒക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ ബിക്കോസ് നമ്മളൊരു വെർച്വൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരാളെ എൻകറേജ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദി നമ്മുടെ ഇമോജീസ് ആയിട്ടുള്ള റിയാക്ട് ഓപ്ഷൻസ് ഓൾസോ യു ക്യാൻ യൂസ്. ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ട്രൈ ചെയ്തായിരിക്കും തോന്നുന്നു. വെരി ഗുഡ്. സോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സെഷൻസുകളുടെയും റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ സെഷൻസ് കഴിയുന്നതനുസരിച്ച് അതിൻ്റെ റെക്കോർഡിങ്സും അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ ഇനി നെക്സ്റ്റ് 11.0 നമ്മൾ പറഞ്ഞു ഓറിയന്റേഷൻ 11.0 ഒരു മേജർ തിങ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാ ഓറിയന്റേഷൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു പുതിയ അക്കാഡമിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഇനി ത്രൂ ഔട്ടുള്ള 4 ഇയർ ജേർണി അല്ലെങ്കിൽ 2 ഇയർ ജേർണി എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്ലാനും അത് എങ്ങനെയായിരിക്കണം പോകേണ്ടത്, ഓരോ ദിവസവും എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം നോക്കിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും നമ്മുടെ ഓറിയന്റേഷനിൽ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മളുടെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഹൗ ദ ലേൺ വൈസ് ഗോണ സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ അക്കാഡമിക്കൽ ജേർണൽ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ക്ലാരിറ്റി ആയിരിക്കും നമ്മുടെ ഓറിയന്റേഷനിൽ തരുന്നുണ്ടാവും. എക്സ്പെഷ്യലി നമ്മുടെ ഹൈലൈറ്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ഇഗ്നോ ക്ലാരിറ്റി. നമുക്കറിയാം നമ്മൾ ഓൾറെഡി നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമാണ് നമ്മൾ ഓരോരുത്തരും ചൂസ് ചെയ്തിരിക്കുന്നത്, ഐദർ UG അല്ലെങ്കിൽ PG. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ് അതുപോലെ യൂണിവേഴ്സിറ്റി റിക്വയർമെൻറ്റ്സ് ഓരോ പ്രോഗ്രാംസിൻ്റെയും അറിയുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മളുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്, റീ രജിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അസൈൻമെൻറ്റ്സ് എങ്ങനെയാണ് നടക്കുന്നത്, എക്സാംസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഓറിയന്റേഷനിൽ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ലേൺ വൈസിൻ്റെ സപ്പോർട്ട്, എക്സ്പെഷ്യലി ലേൺ വൈസ് ടീം എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ റിസോഴ്സസ് കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് മെൻറ്റർഷിപ്പ് വർക്ക് ചെയ്യുന്നത്, സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ വീക്ക്ലി റൊട്ടീൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതായത് ഒരു സ്റ്റഡി റിതം, അതുപോലെ നമുക്കറിയാം നമുക്ക് എപ്പോഴും ഒരു റിതം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് സിസ്റ്റൈൻ ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ വീക്ക്ലി റൊട്ടീൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെയും അതുപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് പ്ലാൻസുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഓറിയന്റേഷൻ കിട്ടുന്നുണ്ടാവും. സോ നെക്സ്റ്റ് നമുക്കറിയുന്ന പോലെ തന്നെ നമ്മളുടെ 10th എഡിഷൻ അതായത് 11th എഡിഷനിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും എങ്ങനെയായിരുന്നു 10th എഡിഷൻ പോയിട്ടുണ്ടാവുക എന്നുള്ളത്. സോ എങ്ങനെയായിരുന്നു 10th എഡിഷന്റെ ഇമ്പാക്ട് എങ്ങനെയായിരുന്നു, നിങ്ങളെ പോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ജാനുവരി 26 ബാച്ച് ലേണേഴ്സ് ആണ് നമ്മളുടെ ഇന്ന് കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. തൊട്ട് മുൻപത്തെ ബാച്ച് ലേണേഴ്സ് നടത്തിയിട്ടുള്ള നമ്മളുടെ 10th എഡിഷന്റെ ഇമ്പാക്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ക്വിക്ക് ഗ്ലിംസസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. വളരെ ക്വിക്കായിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ അന്നത്തെ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഗ്ലിംസസ് നിങ്ങൾക്കൊന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്ത് കാണിക്കാം. സോ നമ്മളുടെ 10th എഡിഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാമിൻ്റെ 10th എഡിഷൻ്റെ ഗ്ലിംസസ് ആണ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണിക്കുന്നത്. സോ യു ക്യാൻ സി, ഞാൻ വളരെ ക്വിക്കായിട്ട് പോവാണ്. സോ നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ ഒത്തിരി നമ്മളുടെ ഓഗസ്റ്റ് 2025 നമ്മുടെ ലാസ്റ്റ് എഡിഷൻ 10th എഡിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദ ലേണർ എക്സ്പീരിയൻസ് ആൻഡ് കണ്ടിന്യൂറ്റി എക്കോസിസ്റ്റം. ലേൺ വൈസ് എക്സ്പീരിയൻസ് ആൻഡ് കണ്ടിന്യൂറ്റി എക്കോസിസ്റ്റം ആണ് നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ലീഡ് വഹിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഇതിനകത്ത് കാണുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് പെട്ടെന്ന് പോവുകയാണ്.
സോ നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസിൻ്റെ ഒരു മെയിൻ 10th എഡിഷൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 1000+ ലേണേഴ്സ് നമ്മളുടെ സെഷനിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ 10th എഡിഷനിൽ ഒരു 1000+ ലേണേഴ്സ് നമ്മളുടെ ടോട്ടൽ ലേണേഴ്സ് ആയിട്ട് 1000+ ലേണേഴ്സ് നമ്മളുടെ കൂടെ 10th എഡിഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 110+ ലൈവ് എൻഗേജ്മെന്റ്സ് നമ്മൾക്ക് അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്കൊരു ഓൾമോസ്റ്റ് 2900+ സ്ലൈഡ്സുകൾ, അതായത് നമ്മളൊരു 10th എഡിഷന് മൊത്തമായിട്ട് നമ്മുടെ PPTs പവർ പോയിന്റ്സ് ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 2900+ സ്ലൈഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 85%ഓളം ആക്ഷൻ ടാസ്കിൻ്റെ ഒരു കംപ്ലീഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 92%ഓളം നമ്മുടെ റേറ്റഡ് എക്സ്ട്രീംലി എൻഗേജിങ് ആയിട്ടായിരുന്നു നമ്മുടെ ലേണേഴ്സ് റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 36 പ്രോഗ്രാംസിൻ്റെ നമുക്കറിയുന്ന പോലെ 36 പ്രോഗ്രാംസിൻ്റെയും നമ്മുടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ലാൻഡ്വൈസിൻ്റെ അങ്ങോട്ടുള്ള സെഷൻസ് പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇസ് നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു നമ്മളുടെ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിസ്റ്റം അല്ല നമ്മളുടേത്. നമുക്കറിയുന്ന പോലെ തന്നെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒത്തിരി ലേണേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസ് നിന്നുള്ള ലേണേഴ്സ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എഡിഷനിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഹാപ്പി ടു സേ ദാറ്റ് ഈ എഡിഷനിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ അറിയാം വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഒരു 17 to 64 ഇയേഴ്സ് വരെയുള്ള ലേണേഴ്സ് നമ്മുടെ കൂടെ നമ്മുടെ പാർട്ടിൽ ഈ ടൈമിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാം. എസ്പെഷ്യലി ലാസ്റ്റ് ഇയറിലും നമുക്കൊരു 17 to 64+ വരെയുള്ള ഏജിലുള്ള ലേണേഴ്സ് ആണ് നമ്മുടെ കൂടെ ലാസ്റ്റ് ടൈമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള. ദിസ് ടൈം ഓൾസോ ദ സെയിം തിങ് തന്നെയാണ്. ആൻഡ് ഓൾസോ നമ്മൾക്കൊരു 30%ഉം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളവരും ഒരു 10 ഇയേഴ്സിന് ശേഷമൊക്കെ നമ്മുടെ എഡ്യൂക്കേഷനിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 564+ യുണീക്ക് ലൊക്കേഷൻസ് നിന്നായിരുന്നു നമ്മുടെ ലേണേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾക്കിപ്പോൾ ഞാൻ വളരെ ക്വിക്കായിട്ട് പോവാണ്, സ്ക്രീൻ പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മളുടെ ഗ്ലിംസസ് പെട്ടെന്ന് കാണിച്ചു പോവാണ്. സോ നമ്മളുടെ 10th എഡിഷനിൽ നമ്മൾ ഓൾമോസ്റ്റ് 13 സെഷൻസ് ആയിരുന്നു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രം ഇനോഗ്രേഷൻ, അതിനുശേഷം നമ്മളുടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇഗ്നോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി, സിലബസ് ഡീകോഡിംഗ് നോക്കി, അതിനുശേഷം ലേൺവൈസിൻ്റെ കംപ്ലീറ്റ് ലേൺവൈസ് സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ അലൂമിനി നെറ്റ്വർക്ക്, അതായത് നമ്മുടെ അലൂമിനി മീറ്റപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നത് ഡീറ്റെയിൽ ആയിട്ടൊരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, കരിയർ പാത്വേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ്വൈസ് ടീമിനെ നമ്മുടെ ലേണേഴ്സിന് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മോർ ഓവർ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലാസ്റ്റ് സെഷനിലും നമ്മളുടെ ഈ സെഷനിൽ പറയുന്ന സമയത്ത് സാർ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയുന്നുണ്ടാവും. നമ്മളുടെ ഫാമിലി, അതായത് ജസ്റ്റ് നോട്ട് എ സിംഗിൾ ലേണർ, ദ കംപ്ലീറ്റ് ഫാമിലി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ലാൻഡ്വൈസിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒരു ഫാമിലി മീറ്റപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഒരു കംപ്ലീറ്റ് റാപ്പപ്പ് ആയിരുന്നു. സോ നമുക്കറിയുന്നത് പോലെ നമ്മൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മേ ബി ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ എന്നെ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നവരുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പല ഫേസസും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളുടെ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് തൊട്ട് നമ്മൾ ആരും തന്നെ സ്ട്രേഞ്ചേഴ്സ് അല്ല. നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ലാസ്റ്റ് സെഷൻസിൻ്റെ ഗ്ലിംസസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, സ്ക്രീനിൽ നമുക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് താഴെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഐ ഫെൽറ്റ് ലൈക്ക് എ കിഡ് ഗോയിങ് ബാക്ക് ടു ദ സ്കൂൾ ആഫ്റ്റർ ഏജസ്. അതായത് നമുക്ക് ഈ സ്ക്രീനിൽ നമ്മുടെ ഒരു ലേണർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൂടിയായിരുന്നു. സോ നമ്മളുടെ ഇഗ്നോ സെഷൻസിൻ്റെയൊക്കെ ഗ്ലിംസസ് ആണ് നമ്മളിവിടെ ജസ്റ്റ് കൊടുത്തു പോയിട്ടുള്ളത്. ഡീകോഡിംഗ് സെഷൻസിൻ്റെ ഓരോ സെഷൻസിൻ്റെയും ഗ്ലിംസസ് ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. ലേൺ വോയ്സിൻ്റെ സെഷൻസിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ടൂൾ കിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം നമ്മളുടെ സ്കെഡ്യൂൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു ലേണർ ഷെയർ ചെയ്തിട്ടുള്ള എഴുതി നമുക്ക് ഒരു പ്ലാൻ, സ്മാർട്ട് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തതിൻ്റെ നമുക്കൊരു ഫോട്ടോ അയച്ചു തന്നതിൻ്റെ ഒരു ഗ്ലിംസസ് ആണ് നമ്മൾ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾക്ക് 7th സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ അലൂമിനീസ് വന്ന് നമ്മുടെ സെഷൻസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ് സെഷൻസ് ആയിരുന്നു, ബിക്കോസ് നമ്മൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് കൂടിയായിരുന്നു സെഷൻസ്. അതുപോലെ തന്നെ നമ്മളുടെ ലാംഗ്വേജ് ആയിട്ടുള്ള ലാംഗ്വേജ് ബാരിയേഴ്സിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കി, എങ്ങനെ വിക്കാബുലറി എൻഹാൻസ്മെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം. ആൻഡ് നമുക്കറിയുന്ന പോലെ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം അതിൻ്റെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സെഷൻസ് ചെയ്തതിൻ്റെ ഒക്കെ ഒരു ഗ്ലിംസസ് ആണ് ഇവിടെ കൊടുത്തു പോയിട്ടുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് നമുക്കൊരു
150+, അതായത് നമുക്കറിയാം ജസ്റ്റ് നോട്ട് ഇപ്പം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കംപ്ലീറ്റ് ഒരു നല്ലൊരു വലിയൊരു ടീം നമ്മുടെ ലേൺ വൈസിന് ഇതിന്റെ പിന്നിലുണ്ട്, ബിഹൈൻഡ് ദ സ്ക്രീൻ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ നമ്മുടെ കംപ്ലീറ്റ് ലേൺ വൈസ് ടീം. സോ സെഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മളുടെ ലേൺ വൈസ് CEO റെയ് സാറിന്റെ വെൽക്കം അഡ്രസ്സിനായിട്ട് ഐ ഇൻവൈറ്റ് റെയ് സാർ. ഓവർ ടു യു റെയ് സാർ. Thank you, Risa. And warm good evening to everyone. ലെൻവൈസിന്റെ ഇന്നത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുവാണ്. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞ് കുറച്ച് റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇത് കിട്ടാറുള്ളത്. അപ്പം ഏകദേശം ഒരു 500-ൽ പരം പാർട്ടിസിപ്പൻസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് പലരും നിങ്ങളുടെ പേര് മാറ്റിയിട്ടില്ല. ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ കോഴ്സും കൂടി നിങ്ങളുടെ ആ ഒരു പേരിന്റെ കൂടെ നിങ്ങൾ മാറ്റണമെന്ന് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യണം. സോ നമ്മുടെ 1-2 കാര്യങ്ങൾ ക്വിക്കായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ കുറെ അധികം സെഷൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ഒന്ന് എന്നുള്ളത്, ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ എല്ലാവരും തന്നെ എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്ന ആ ഒരു തീരുമാനം, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബോൾഡ് ആയിട്ടുള്ള ആ ഒരു തീരുമാനം എടുത്ത നിങ്ങൾ എല്ലാവരെയും ഹാർദമായിട്ട് നമ്മുടെ ലേൺവൈസ് ടീം എല്ലാവരും തന്നെ നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് കറേജ്, ഒരുപാട് ധൈര്യവും ഒരുപാട് എഫേർട്ടും ഇതിന്റെ പിറകിലുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ ഒരുപാട് പേര് കുറെ ഗ്യാപ്പിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു ഡിഗ്രി PG ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് പേരായിരിക്കും +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. അധിക പേര് നമുക്കറിയാം നിങ്ങളുടെ വർക്കിന്റെ കൂടെ അതുപോലെ തന്നെ മറ്റു ഫാമിലി റെസ്പോൺസിബിലിറ്റിയുടെ കൂടെ ഒക്കെ തന്നെ അത്രയും കറേജസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് ആയിട്ട് ആരും കാണരുത്. ഇത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. അപ്പൊ ലേൺവൈസ് ടീം ഈ ഒരു കാര്യം, നിങ്ങളുടെ ഈ ഒരു ജേണി ഏറ്റവും സിമ്പിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് റീഅഷ്യൂർ ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ രണ്ടാമത് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളുടെ എക്സാം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ സെമസ്റ്റർ വൈസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. MBA-കാരൊക്കെ ഈ വരുന്ന ജൂണിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നവരായിരിക്കും അധിക പേരും തന്നെ. ഇപ്പം ജനുവരിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സെമസ്റ്റർ വൈസ് ഉള്ളവർക്ക് തന്നെ ജൂണിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതണം. പക്ഷെ സാധാരണ കണ്ടുവരാറുള്ളത് ഇപ്പൊ നമ്മുടെ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ തന്നെ, ഇനിയിപ്പോ PG ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി കാലഘട്ടം, അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ +2 കാലഘട്ടത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, പരീക്ഷയുടെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ 1-2 ആഴ്ച മുന്നേ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നമ്മൾ നോക്കും, കുറെ അധികം മണിക്കൂറുകൾ അതിനു വേണ്ടി ചെലവഴിക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു മിത്താണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഇന്ന് മുതൽ, ഇന്നിപ്പോ നിങ്ങളുടെ ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഇപ്പൊ നാളെ മറ്റന്നാളായിട്ട് മെന്റർഷിപ്പ് ഡിവിഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് 1 മണിക്കൂറാണ്, 1 മണിക്കൂർ, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഡിഗ്രി ആണോ PG ആണോ, നല്ല സ്കോറോട് കൂടിയിട്ട് പാസ്സാവണം എന്ത് ഉദ്ദേശിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസ് ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ബിത്ത്, അതായത് ഇന്റൻസിഫൈഡ് ആയിട്ട് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാം എന്ന് വിചാരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മാറ്റിവെക്കുക. ഒരു 10 മിനിറ്റ് ഡെയിലി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലേൺവൈസിന്റെ കൂടെ നിങ്ങളുടെ അക്കാഡമിക്സ് നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അത് പതിയെ പതിയെ നമുക്ക് എന്ത് ചെയ്യാം, 10 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റും 30 മിനിറ്റും ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇത് ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യമാണ്. ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനെ നിങ്ങളെ കണക്ട് ചെയ്ത് പല സമയത്തായിട്ട് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും നിങ്ങളുടെ മെന്ററും മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്ന് മുതൽ അങ്ങനെയല്ല. നമ്മുടെ ലേൺവൈസ് ടീം, മുഴുവൻ ലേൺവൈസ് ടീം, 150+ ലേൺവൈസ് ടീം നിങ്ങളുടെ കൂടെയുണ്ട്. അതിലുപരി നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് ലേണേഴ്സും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനൊക്കെ തന്നെ വിവിധ സെഷനുകളിൽ നിങ്ങൾക്ക് പരിചയപ്പെടാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓറിയന്റേഷൻ ത്രൂ ഔട്ട് ദ സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്തിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എൻഷുർ ചെയ്യുക. ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി റീട്രേറ്റ് ചെയ്തിട്ട് ഊന്നി പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല,
നമ്മുടെ ലേൺ വൈസ് ടീമും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഒരുപാട് സെഷൻസും കാര്യങ്ങളും ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടും നമുക്ക് ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈവ് സെഷൻസ് ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ ലേൺ വൈസ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അതിലൊക്കെ തന്നെ നിങ്ങളുടെ മടികളൊക്കെ മാറ്റി വെക്കുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാനൊന്നും വരില്ല. നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുണ്ട് നിങ്ങളെ കൂടെ, നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ വലിയ വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരിക്കൽ കൂടി ഈ ഇന്നത്തെ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുവാണ്. അതുപോലെ തന്നെ ലേൺ വൈസ് എന്നുള്ള പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ബാക്കി കാര്യങ്ങൾ അഭയ് സാർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു എവരിവൺ. താങ്ക് യു. താങ്ക് യു റൈസർ. റൈസർ വളരെ ക്വിക്കായിട്ട് തന്നെ എത്രത്തോളം വലിയ സ്റ്റെപ്പാണ് നിങ്ങൾ ഓരോരുത്തരും എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു. സോ ഞാനും അധികം ദീർഘിപ്പിക്കുന്നുണ്ടാവില്ല. വളരെ പെട്ടെന്ന് എനിക്ക് തന്നിട്ടുള്ള എൻ്റെ റോളിൽ അടങ്ങുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനും പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. മറ്റൊന്നുമല്ല, നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ഗസ്റ്റുകൾ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. സോ വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ ഈ ഒരു ഭാഗം കൂടെ, അതായത് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് സെഷനാണ് 11.0 വരുമ്പോൾ ആദ്യത്തെ സെഷനാണ് ഇന്നത്തേത്. സോ ഈ ആദ്യത്തെ സെഷനിൽ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരിക, അതായത് എന്തൊക്കെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുക, ഈ സെഷൻ പോലെ തന്നെയാണോ അടുത്ത സെഷൻസ് ഉണ്ടാവുക, അതോ ഇതിലും മികച്ച സെഷൻസ് ആണോ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓരോ സെഷനും എന്ന് പറയുന്നതും ഒന്നൊന്നിനോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെഷൻസ് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അതില് ആദ്യത്തെ 8 സെഷൻസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള സെഷൻസ് ആണ്. അപ്പൊ ഈ കോമൺ സെഷൻസ് എന്തിനാന്നുള്ളതെങ്കിലും ചിലർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഇപ്പൊ ഈ ഒരു ഉദ്യമത്തിലേക്ക്, അതായത് ഒരു ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ തിരക്കുകൾക്കിടയിൽ ഡിഗ്രി എടുക്കുക, PG എടുക്കുക എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും വിന്നേഴ്സ് ആണെന്നുള്ള ഒരു കാര്യം ഓൾറെഡി റൈസർ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും ഒരു പക്ഷേ നിങ്ങൾക്ക് ചില തോന്നലുകൾ ഉണ്ടാവും. ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ എനിക്കിതിന് സമയമുണ്ടാവുമോ, അല്ലെങ്കിൽ ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇത് പഠിച്ചെടുക്കുന്നതിനായിട്ടുള്ള ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ അതിനുള്ള ഒരു എബിലിറ്റിയോ കറന്റ് ഉണ്ടാവുമോ. അങ്ങനത്തെ എല്ലാ സംശയങ്ങളും മാറ്റി നിർത്താനുള്ള, അല്ലെങ്കിൽ നമുക്ക് തുടച്ചു മാറ്റാനുള്ള ഒരു 8 സെഷൻസ് ആണ് ഈ ആദ്യം വരുന്ന 8 കോമൺ സെഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ സെഷൻ എന്തൊക്കെയാണെന്നുള്ളതും വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. പിന്നീട് അതിനോടൊപ്പം തന്നെ അക്കാഡമിക്സിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനായിട്ട് അങ്ങനെ നിങ്ങളുടെ എല്ലാ ഇൻഹിബിഷൻസും മാറുന്നു. ഒരുപക്ഷെ ഇഗ്നോനെ പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. ഇഗ്നോയുടെ A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സെഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ലേൺ വൈസിൽ ഓരോ മെറ്റീരിയൽസ് എങ്ങനെ ഉപയോഗിക്കാം, ലേൺ വൈസിൽ ഓരോ മെറ്റീരിയൽസും ഉണ്ടാക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സപ്പോർട്ടാണ് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായൊരു ക്ലാരിറ്റി ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം 11.0 ഓരോ സെഷൻസും അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നേടാനാവുന്നുള്ളത് തന്നെയാണ് OP 11.0 അതുപോലെ ഏതൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് ഒരു സെഷൻ പോലും ആരും മിസ്സാക്കുന്നില്ല എന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പിക്കുക. കാരണം നിങ്ങൾക്ക് ഓരോ സെഷനിലും നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാനുള്ള, നിങ്ങളുടെ എല്ലാവിധ മെന്റൽ ഹെൽത്ത് കാര്യങ്ങളും ഈ ഒരു അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ അല്ലെ മാനേജ് ചെയ്യുന്നതിനെ പറ്റി അതിനൊക്കെ കൃത്യമായ ഗൈഡൻസും കൃത്യമായ പോയിന്റ്സും നിങ്ങൾക്ക് നൽകുന്ന സെഷൻസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അക്കാഡമിക്സും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും വാല്യുബിൾ ആണ്. സോ അത് കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് പറയാനുള്ളൊരു വെന്യൂ, അതുപോലെ നിങ്ങളുടെ ബാക്കി ക്ലാസ്മേറ്റ്സിനെയൊക്കെ തന്നെ മീറ്റ് ചെയ്യാനും കുറച്ച് ആക്ടിവിറ്റീസ് ത്രൂ ഒക്കെ തന്നെ കുറെ കൂടെ പരിചയപ്പെടാനുമുള്ള സെഷൻസും എല്ലാം തന്നെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. സോ ആദ്യം തന്നെ ഇന്നത്തെ സെഷനാണ് നമ്മുടെ ലോഞ്ച് നൈറ്റ്. ഇന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇനി ഫെബ്രുവരി 28 വരെ സൺഡേസ് ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലായിട്ട് വ്യത്യസ്ത സെഷൻസ് ഉണ്ടാവും. അപ്പൊ അതില് ഈ ഒരു ഫെബ്രുവരി 18 വരെയുള്ള സെഷൻസ് എന്ന് പറയുന്നത് കോമൺ സെഷൻസ് ആണ്. അപ്പൊ അതിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് എന്തായാലും ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ സെഷൻ, നാളെ നടക്കാൻ പോകുന്ന സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട്, അതായത് രജിസ്ട്രേഷൻ ആയിക്കൊള്ളട്ടെ, എക്സാം രജിസ്ട്രേഷൻ ആയിക്കൊള്ളട്ടെ, റീ രജിസ്ട്രേഷൻ ആയിക്കൊള്ളട്ടെ, അസൈൻമെന്റ് ആവട്ടെ, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണോ ഇഗ്നുവിനെ പറ്റി അത് മൊത്തം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് എസെൻഷ്യൽസ് എന്നുള്ളത്. രണ്ടാമത്തത് ഇൻസൈഡ് ലേൺ വൈസ് ആണ്. ലേൺ വൈസിനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും, ലേൺ വൈസിലെ മെറ്റീരിയൽസ് ആവട്ടെ, ഏതൊക്കെ ടീം, എങ്ങനെയൊക്കെയാണ് ലേൺ വൈസ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ടൈം മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട്, ഇപ്പം മൾട്ടിപ്പിൾ എല്ലാവരും തന്നെ വ്യത്യസ്ത തിരക്കുകൾക്കിടയിൽ കൂടെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ ഒരു കാര്യം പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സമായിട്ട് പലപ്പോഴും ടൈം മാനേജ്മെന്റ് ആണ് ഉണ്ടാവാറ്. സോ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും,
എൻ്റെ വർക്കും അതുപോലെ തന്നെ എൻ്റെ സ്റ്റഡീസും എങ്ങനെ എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം ഇൻസൈറ്റ്സ് തരുന്ന ഒരു സെഷനാണ് ഗോൾസ് ടു റുട്ടീൻ എന്നുള്ളത്. അടുത്തത് നമ്മളുടെ അലുംനൈ, അതായത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പം എല്ലാവരും തന്നെ ഡിഗ്രിയും PGയും നേടാൻ തന്നെയാണ് ലേൺവൈസ് ജോയിൻ ചെയ്തിട്ടുള്ളതും ഇഗ്നുവിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ എടുക്കുന്നതും. അത് ഓൾറെഡി ചെയ്തിട്ടുള്ളവരിൽ നിന്ന് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അവരോട് കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ തന്നെയുള്ള ഒരു വെന്യൂ ആണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇടമാണ് അലുംനൈ കണക്ട് എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയുള്ള വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. എന്തായാലും അറ്റൻഡ് ചെയ്യണം, മറ്റേതൊരു സെഷനും പോലെ തന്നെ. അടുത്തത് ഫ്യൂച്ചർ കോമ്പസ് ആണ്. സോ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കരിയർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും അത്. നെക്സ്റ്റ് വരുന്നത് ഈ വ്യത്യസ്ത കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഇത് പ്രഷർ ആവില്ലേ, അപ്പോൾ എങ്ങനെ കൂളായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ലൈഫും അതുപോലെ തന്നെ വർക്കും അതുപോലെ തന്നെ സ്റ്റഡീസും മാനേജ് ചെയ്ത് പോകാം എന്നുള്ളതും അതിന്റെ വ്യത്യസ്ത ടിപ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് ആൻഡ് മൊമെന്റം എന്നുള്ള സെഷനിലൂടെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് വളരെ അടിപൊളിയായുള്ള ഒരു സെഷനാണ്, വിച്ച് ഇസ് ഫാമിലി സർക്കിൾ. ഫാമിലി സർക്കിൾ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, കോഴ്സ് എടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ഒരു റോക്കായിട്ട്, അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത് ഒരു ഫാമിലി മെമ്പർ തന്നെയായിരിക്കും. മകനാവാം, മകളാവാം, ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, അമ്മയാവാം, അച്ഛനാവാം. പക്ഷെ അവര് മേ ബി പല ആന്റിമാരും ആവാം. കഴിഞ്ഞ വട്ടമൊക്കെ തന്നെ സെഷൻ നടത്തിയപ്പം ആന്റിയൊക്കെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലേണറുടെ. അപ്പം അത് ആരും ആവാം, പക്ഷെ ആ ഒരാളുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. സോ അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവരികയും അവരുടെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ പഠിക്കാൻ വളരെ കഴിവുണ്ടായിട്ട് ഒരു പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ തന്നെ സജസ്റ്റ് ചെയ്ത് അവരുടെ നിർബന്ധത്തിന് വന്ന് കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരുപാട് ലേണേഴ്സും നമുക്ക് ലേൺവൈസിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റോറി അത് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആണ്, മോട്ടിവേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലി എന്നുള്ള സപ്പോർട്ട് കാണിക്കുന്നതിനായിട്ടുള്ള, അറിയുന്നതിനായിട്ടുള്ള, ബാക്കിയുള്ളവരിലെ എത്തിക്കുന്നതിനായിട്ടുള്ള ഒരു സെഷനായിട്ട് തന്നെ ഫാമിലി സർക്കിളിനെ കണക്കാക്കാവുന്നതാണ്. ഇനി വരുന്ന 2 കോമൺ സെഷൻസ് ആണ്. അപ്പം സിലബസ് ഡീകോഡ് ക്ലിനിക് എന്ന് പറയുന്നത് എക്സാക്ട്ലി നിങ്ങളുടെ അക്കാഡമിക് തലത്തിൽ നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അത് മൊത്തം ചർച്ച ചെയ്യുന്ന, വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കോഴ്സ് ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു സെഷനാണ്. സോ അക്കാഡമിക് പരമായിട്ട് അത് എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. അത് സെപ്പറേറ്റ് സെഷൻസ് കോഴ്സ് വൈസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെടുക. ഇനി ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ ഐസ് ബ്രേക്കിംഗ് ആസ് വെൽ ആസ് ഫീഡ്ബാക്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന, കുറെ കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ഇന്ററാക്റ്റീവ് ആയിട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളും മെന്റേഴ്സും കൂടെ വളരെയധികം എൻജോയ് ചെയ്തിട്ടും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ തന്നെ ടീമിനെ പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ പറയാൻ പറ്റുന്ന, നിങ്ങളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഒക്കെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു സെഷൻ ആയിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. സോ ഇതാണ് നമ്മളുടെ പ്ലാൻ ചെയ്തിട്ടുള്ള 10 സെഷൻസ്. ഇനി വരുന്നു, ഇപ്പൊ ആദ്യം തൊട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഈ സർപ്രൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. സോ ഇതിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊക്കെ സെഷൻസ് എത്രത്തോളം നേരം അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ. നിങ്ങൾ എത്ര സമയം ഓറിയന്റേഷന് വേണ്ടി ചിലവഴിക്കുന്നോ അത്രയും നിങ്ങൾക്ക് ഈ സർപ്രൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാക്കുകയാണ്. സോ മൊത്തം നമ്മുടെ 30ഓളം വരുന്ന ലേണേഴ്സിനായിട്ട് നമ്മൾ ഗിഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നവർക്ക് ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് 10ഓളം പേർക്ക്, ഏറ്റവും ടോപ്പിൽ വരുന്ന 10 പേർക്ക് ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് ലഭിക്കുക. അതുപോലെ നെക്സ്റ്റ് വരുന്ന 10 പേര്, പിന്നീട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന 10 പേരിലേക്ക് വരുമ്പോൾ ഗോൾ സർക്കിൾ ആണ്. ഗോൾ സർക്കിളുള്ളവർക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് ലഭിക്കുക. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ സെഷനും എന്തായാലും അറ്റൻഡ് ചെയ്യണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നവർക്കും പ്ലാറ്റിനം സർക്കിളിലേക്ക് വരാനും സ്മാർട്ട് വാച്ച് നേടാനും അവസരമുണ്ട്. ഇനി സപ്പോസ് കുറച്ച് സമയം എന്തെങ്കിലും കാരണത്താൽ, കാരണം പലരും പല ജോലിയൊക്കെ ചെയ്യുന്നവരാണ്, എന്നിരുന്നാലും പരമാവധി സമയം കണ്ടെത്തി ഈ ഒരു ഓറിയന്റേഷനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്ലൂടൂത്ത് സ്പീക്കർ നേടാനുള്ള ഒരു അവസരമുണ്ട്. ഇനി സപ്പോസ് അത്രയും സമയം കിട്ടിയില്ലെങ്കിൽ പോലും പരമാവധി അവൈലബിൾ ആവുന്ന എല്ലാ സെഷൻസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സിൽവർ സർക്കിളിൽ എയർ ഡോപ്സ്, അതായത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്സ് നേടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ക്രൈറ്റീരിയ മിനിമം 7 സെഷനെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ആ 7 സെഷൻ അറ്റൻഡ് ചെയ്തവർക്കാണ് ഈ സമ്മാനങ്ങൾ എടുക്കാനുള്ള ഒരു ബേസിക് എലിജിബിലിറ്റി അല്ലെ ബേസിക് അർഹത ഉണ്ടാവുക. അപ്പം എല്ലാവരും പരമാവധി എല്ലാ സെഷൻസും കാണുക. ഇത് മറ്റൊന്നുമല്ല, ഇത് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിനും നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസിക്കും നിങ്ങൾ ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്സും മാനിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഗിഫ്റ്റ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പഠനം കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. സോ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്
ഉറപ്പാക്കുക. എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ 11.0 വരുമ്പോൾ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ സെഷൻസിന്റെയും ഭാഗമാവുന്നുണ്ട് എന്നുള്ളതും ഉറപ്പിക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു നിങ്ങളുടെ ലേണർ ജേണി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങുന്നതിന് ഹെൽപ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഓൾറെഡി ലിൻസി മാം പറഞ്ഞൊരു കാര്യമാണ്, എന്നാലും ഞാൻ റിമൈൻഡ് ചെയ്യാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ കോഴ്സിന്റെ നെയിമും ഇപ്പം ഇതിൽ തന്നെ കാണാം, ആദ്യമേ കണ്ടിരുന്നു അഭയ് MA സോഷ്യോളജി എന്നാണെങ്കിൽ ആ ഒരു പേരിലായിരിക്കണം ത്രൂ ഔട്ട് ദ സെഷൻ. 10 സെഷനും നിങ്ങൾ ആ ഒരു പേരിൽ തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ആ ഒരു പേരിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക സ്വാഭാവികമായിട്ടും. സോ ഒരു ഡിവൈസിൽ നിന്ന് തന്നെ ഒരേ പേരിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പം ജോയിൻ ചെയ്ത അതേ പേരിൽ തന്നെയാണ് നിങ്ങൾ പിന്നീടുള്ള സെഷൻസിലും ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് എല്ലാവരുടെയും ടൈം നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാനും നിങ്ങളുടെ ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം വിലയിരുത്താനും സാധിക്കുകയുള്ളൂ. സോ ഇത്രയുമായിരുന്നു എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം. സോ ഞാനത് പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നൗ ഐ ഹാൻഡ് ഓവർ ദ സ്റ്റേജ് ടു ലിൻസി. ഓവർ ടു യു ലിൻസി. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്. താങ്ക് യു അബേ സർ ഫോർ സച്ച് എ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളുടെ സെഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നതെന്നുള്ളതും സെഷൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഗിഫ്റ്റ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് സർ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിനി നെക്സ്റ്റ് ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ 11th എഡിഷൻ്റെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലേൺവൈസിനെ തന്നെ അലുമിനയാണ്. So I am very proud and happy to have them here with us today. അതിപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടെ തന്നെ ഇവരെ ഇൻവൈറ്റ് കൂടി ചെയ്യാണ്. സോ നമുക്കറിയുന്നത് പോലെ റിയൽ പീപ്പിൾ, അതുപോലെ തന്നെ റിയൽ റൊട്ടീൻസ്, അതാണ് നമ്മുടെ റിയൽ ഔട്ട്കംസിന് വരുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ അലുമിനി, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ മുരളീധരൻ ബി സർ ആണ്. സാറ് നമ്മളുടെ ഓൾറെഡി കംപ്ലീറ്റഡ് ഹെസ് BSc സുവോളജി. അതിനുശേഷം നമ്മളുടെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ശേഷം നമ്മളുടെ കൂടെ MA സൈക്കോളജിക്ക് ജോയിൻ ചെയ്തതാണ്. സോ സർ നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പിലി ഐ ഇൻവൈറ്റ് സർ. സർ കേൾക്കാമോ? എൻ്റെ പേര് പറഞ്ഞതുപോലെ മുരളീധരൻ. ഞാൻ ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് 64 വയസ്സ് പൂർത്തിയായി. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് സുവോളജി ആയിരുന്നു, പിന്നെ MA ലിറ്ററേച്ചർ ആയിരുന്നു. അതിനുശേഷം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൽ, സർക്കാരിൻ്റെ ഭാഗ്യക്കുറി വകുപ്പിൽ 30 വർഷത്തോളം ജോലി ചെയ്തു. 2018 ഫെബ്രുവരി മാസത്തിലാണ് റിട്ടയർ ചെയ്തത്. അങ്ങനെ അതുകൂടാതെ പാരലൽ കോളേജുകളിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് റിട്ടയർ ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ഞങ്ങൾ കോളേജ് കാലം ഒരു സുഹൃത്താണ് സുഭകൻ സാർ. അദ്ദേഹവും ഇവിടുത്തെ അലുമിനിയാണ്. ഞാൻ കരുതുന്നത് അടുത്തൊരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് സംസാരിക്കും. അതിപ്പോൾ വയനാട്ടിലെ ഒരു കൺസ്യൂമർ കോർട്ടിലെ ജഡ്ജാണ്. അദ്ദേഹമാണ് ഒരു നിമിത്തമായത് ഈ ലേൺവൈസുമായിട്ട് ബന്ധപ്പെടാനും MA സൈക്കോളജി പഠിക്കാനും. ഞങ്ങൾ പ്രിയ സുഹൃത്തുക്കളാണ്, സമാന മനസ്കരാണ്. രണ്ടുപേർക്കും മനഃശാസ്ത്രം വളരെ പ്രിയപ്പെട്ട വിഷയമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇഗ്നോ MA സൈക്കോളജി വിളിച്ചിട്ടുണ്ട്, നമുക്ക് ചേർന്നാലോ? കോഴിക്കോട് ലേൺവൈസ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, അവിടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സഹായകരമായ ക്ലാസ്സുകൾ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലേൺവൈസിൽ വിളിക്കുന്നത്. അവിടെ ലേഖ മിസ്സാണ് അറ്റൻഡ് ചെയ്തത്. ആ ഒരു ഫസ്റ്റ് ഇൻട്രഡക്ഷൻ തന്നെ ഒരു വലിയ മോട്ടിവേഷൻ ആയിരുന്നു. നമുക്ക് ഈ പ്രായ കൂടുതലുള്ളത് കൊണ്ട് ഇനി പഠിച്ചെടുക്കാൻ പറ്റുമോ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സാധ്യമാണോ എന്നൊക്കെ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രജിസ്ട്രേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായിട്ട് യാതൊരു കഷ്ടപ്പാടില്ലാതെ നമ്മൾ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം മെന്റർഷിപ്പ് ആയിരുന്നു. മെന്ററായിട്ട് ഒരു അർച്ചന മാഡം ആയിരുന്നു. മാഡത്തിനോടൊപ്പം ഒരു അരമണിക്കൂർ സംസാരിച്ചു. നല്ലൊരു മോട്ടിവേഷൻ, വലിയ ഒരു സന്തോഷപൂർവ്വം ചേർന്നു. പക്ഷേ കൂടുതൽ ഉത്സാഹഭരിതമായിട്ട് പഠിക്കാൻ കഴിഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ കോംപ്രിഹെൻസീവായ വെൽ പ്ലാൻഡ് സ്ട്രക്ചറാണ് ലേൺവൈസിനുള്ളത്. കാരണം നമ്മൾ ഇഗ്നോ ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് 1 മാസം മുമ്പൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലേൺവൈസിലാണെങ്കിൽ ഈ ആദ്യം മുതൽ തന്നെ നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഓരോ യൂണിറ്റിൻ്റെയും നല്ല ഭംഗിയായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. 35-40 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ചില യൂണിറ്റുകൾ മാത്രം കൂടുതലുള്ളതാണെങ്കിൽ 1 മണിക്കൂറേ കാണും. അതിനുശേഷം ഈ ഓരോ യൂണിറ്റിനെ സംബന്ധിച്ച് വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാം പീഡിയ, അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും പോസിബിളായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ വിശദമായ ഉത്തരങ്ങളും. പിന്നെ അതിനുശേഷം ഓരോ യൂണിറ്റിന്റെ അവസാനം ടെസ്റ്റ് പേപ്പറുകളുണ്ട്. ടെസ്റ്റ് ഓൺലൈനായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം.
അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് അറിയാൻ പറ്റും. തെറ്റ് എന്താണെന്ന് അപ്പോൾ തന്നെ കാണിച്ചു തരും. അത് നമുക്ക് തിരുത്താൻ പറ്റും. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ലളിതമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് പഠിച്ചത്. ഇങ്ങനെ ഒരു ജൂലൈ 23 ബാച്ച് ആയിരുന്നു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഫസ്റ്റ് ചാൻസ് തന്നെ എല്ലാ വിഷയങ്ങളും കിട്ടി. ഏതാണ്ട് 70% മാർക്കുണ്ട്. 1-2 അസൈൻമെന്റ് മാർക്ക് വരാനുള്ളത് കൊണ്ടാണ് ഫൈനലായിട്ട് പറയാൻ പറ്റാത്തത്. ഇത് വളരെ ലളിതമായൊരു ജേണി ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ മെന്റേഴ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഡെയിലി സ്റ്റഡി റിപ്പോർട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ഫോമാറ്റിൽ നമ്മൾ ഓരോ ദിവസവും ഏത് റെക്കോർഡ് ക്ലാസ് കണ്ടു, ഏത് ലൈവ് എഡിഷൻ കണ്ടു, ഏത് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്തു, ഏത് വാല്യൂ ആഡഡ് നോട്ട്സ് നോക്കി എന്നുള്ളതെല്ലാം കൃത്യമായിട്ടെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യണം. കാരണം എന്റെയൊക്കെ മോളുടെ പ്രായമുള്ള ആളാണ് മെന്ററായിട്ട് വരുന്നത്. അവരുടെ മുന്നിൽ ഇത് ചെയ്തില്ല എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടോ ഇത് പഠിക്കാനുള്ള താല്പര്യവും നല്ല ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ. അതുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് പരീക്ഷ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. കാരണം നമ്മൾ ഈ ആവർത്തിക്കും തോറുമാണല്ലോ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് ഇതൊക്കെ സ്റ്റോർ ആകുന്നത്. ഈ 4-5 തവണ ഒരു യൂണിറ്റ് ഈ പല പേരിൽ നമ്മൾ ഇങ്ങനെ അക്വൈന്റഡ് ആകുന്നത് കൊണ്ട് എല്ലാം നമുക്ക് വളരെ ഹൃദിസ്ഥമാകും. വളരെ സിമ്പിളാണ്, വളരെ ലളിതമായിട്ട് പഠിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ലേൺ വൈസിൽ അപ്പോഴപ്പോൾ എല്ലാ ആഴ്ചയും ഒരു ദിവസം വളരെ കൃത്യമായിട്ട് നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ പഠന വിവരങ്ങൾ അന്വേഷിക്കും, വീണ്ടും മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഹാപ്പിനെസ് അംബാസഡറുണ്ട്, ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്. ആരുടെ സഹായം വേണമെങ്കിലും നമുക്ക് കിട്ടും. എല്ലാ തരത്തിലും വളരെ സഹായകരമായ ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ്. സെക്കൻഡറി ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. കാരണം എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ മോന്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നാണ് പേരെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ മുറിക്കുള്ളിൽ നമ്മുടെ മുന്നിൽ കൺമുന്നിലിരുന്ന അധ്യാപകർ നമുക്ക് പറഞ്ഞു തരികയല്ലേ. അപ്പൊ കുറെ കൂടി വളരെ ലളിതമായി യാത്രയുടെ കഷ്ടപ്പാടിന്റെ ഒരു പണ്ടൊക്കെ നമ്മൾ ഒരു ഡിഗ്രി എടുക്കണമെങ്കിൽ എത്ര നാൾ നമ്മൾ ഈ പുസ്തകം നോക്കി നടക്കണമായിരുന്നു. ഇത് നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അധ്യാപകർ വരികയാണ്. അപ്പൊ വളരെ എളുപ്പമാണ്. അപ്പോ ഇത് കൂടാതെ നമുക്കൊരു മുഖ്യധാര സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ. കാരണം എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സെമിനാറുകൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഗാന്ധി ജയന്തിക്കും സ്വാതന്ത്ര്യദിനത്തിനും വനിതാ ദിനത്തിലും മെന്റൽ ഹെൽത്ത് ഡേക്കും ഒക്കെ എല്ലാ ദിവസവും സെമിനാറുകളും പ്രോഗ്രാമുകളൊക്കെയാണ്. അപ്പൊ എനിക്ക് അത്തരത്തിലുള്ളൊരു ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന മത്സരത്തിൽ 2 മത്സരങ്ങളിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് നേടാൻ കഴിഞ്ഞു. ക്വിസ് പ്രോഗ്രാമിനും റീൽ കോമ്പറ്റീഷനും. അപ്പൊ ഈ ഒരുപാട് ചെറുപ്പക്കാരോടൊപ്പം ഈ വയസ്സാങ്കാലത്തിൽ ഒരു സമ്മാനം കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. അതുകൂടാതെ ആദ്യ വർഷത്തിൽ 1-ാം വർഷത്തിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ടുള്ള അവാർഡ് കിട്ടിയിരുന്നു. കുറെ സമ്മാനങ്ങളൊക്കെ അയച്ചു വന്നു. അപ്പൊ എന്തായാലും ലേൺ വൈസ് വലിയ സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. നിങ്ങൾ ചെറുപ്പക്കാരായ ആൾക്കാരെ, ഒരു 64 വയസ്സുകാരനായ എനിക്ക് ഇത്ര ലളിതമായിട്ട് സാധിക്കുമെങ്കിൽ ഈ വളരെ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഈ ലേൺ വൈസിൽ ചേർന്നതിലൂടെ നിങ്ങൾ വളരെ ബുദ്ധിപരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്ന പോലെ ലേൺ വൈസിൽ ചേർന്നതിലൂടെ നിങ്ങൾ പകുതി ദൂരം പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിച്ചാൽ മാത്രം മതി. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എല്ലാ വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും സക്സസ് നേരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ നല്ല സന്തോഷകരമായ അനുഭവം പങ്കുവച്ചതിന്, അവസരം കിട്ടിയതിന് ലേൺ വൈസ് ടീമിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ നന്മകളും തരുന്നു. നമസ്കാരം. Yeah, thank you so much, sir, for being with us today as well as sharing your valuable words with us. I hope that സാറിന്റെ നമ്മുടെ അടുത്ത് കുറച്ച് നേരം കൊണ്ട് സാർ സംസാരിച്ചത് ട്രൂലി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഡ്സ് തന്നെയാണ് സാറ് പറഞ്ഞത്. ബിക്കോസ് സാർ പറയുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മുഖത്തും ഒരു ചിരി വന്നിരുന്നു. ബിക്കോസ് സാറ് പറഞ്ഞ ഓരോ അക്കംപ്ലിഷ്മെന്റ്സും വിൻസും അതുപോലെ തന്നെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ത്രൂ ആയിട്ടുള്ള ജേർണി. സാർ ലാസ്റ്റ് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു നമ്മളെ തന്നെ നമുക്കൊരു ബിലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പുതിയ ജേർണി നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മളുടെ കൂടെ നിന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾറെഡി പറഞ്ഞിരുന്നു, കനിഷ്ക മാം ആണ്. സോ ഐ ഹോപ്പ് ദറ്റ് മാം ഹാസ് ജോയിൻഡ് വിത്ത് us. സോ ഐ ഇൻവൈറ്റ് കനിഷ്ക മാം, ഓവർ ടു യു. First of all, Kanishka will first of all, I would like to thank LearnWise for this opportunity. Helpful ആയിരുന്നു എൻ്റെ M.Com പഠനത്തിന് വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒത്തിരി കൺഫ്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു LearnWiseലേക്ക് ജോയിൻ ചെയ്തത്. കാരണം ഞാൻ എൻ്റെ സെക്കൻഡ് ബേബി ഡെലിവറി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ ഈ LearnWise ഇഗ്നോയിൽ തന്നെ ഞാൻ M.Com എടുത്തത്. M.Com എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഞാൻ എന്ത് ചെയ്യും. ഇത്രയും എനിക്ക് തോന്നുന്നു 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ B.Com കഴിഞ്ഞിട്ട്.
അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. സപ്ലി ഒന്നും ഇല്ലാതെ എങ്ങനെ എഴുതി തീർക്കും എന്നതായിരുന്നു എൻ്റെ ഒരു വലിയൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ലേൺവൈസ് ട്യൂഷൻ ആപ്പിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ലേൺവൈസിൽ അവരോട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ 2023 തൊട്ട് ഈ ഒരു നിമിഷം വരെ ലേൺവൈസ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ മാം എന്ന് പറയുന്നത് വാണി മിസ് ആയിരുന്നു. വാണി മിസ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ വാണി മിസ്സിന്റെ റിവിഷൻ ക്ലാസ് മാത്രം മതിയായിരുന്നു എനിക്ക്. വേറെ ഒന്നും വേണ്ട. വാണി മിസ്സിന്റെ റിവിഷൻ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പിന്നെ എനിക്ക് വാണി മിസ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാപ്പ് എടുത്ത് പിന്നെ എനിക്ക് കിട്ടിയത് രാഗി മിസ്സിനെ ആയിരുന്നു. അപ്പൊ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, വാണി മിസ്സിനെ പോലെ തന്നെ ആയിരിക്കോ രാഗി മിസ് എന്ന്. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, വാണി മിസ് ആണെങ്കിലും രാഗി മിസ് ആണെങ്കിലും ഇപ്പൊ എനിക്ക് കിട്ടിയത് ദുർഗ മിസ് ആണെങ്കിലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ച് നമുക്ക് ഓരോ ദിവസവും നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞ് അങ്ങനെയെല്ലാം നമുക്ക് നല്ല സപ്പോർട്ടിങ് സിസ്റ്റം തന്നെ ആയിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേൺവൈസിൽ ഇപ്പൊ ജോയിൻ ചെയ്ത എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ, നല്ല രീതിയിൽ ഒരു സപ്ലൈ പോലും ഇല്ലാതെ എംകോം അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാ കോഴ്സും നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ലേൺവൈസ് മാത്രമല്ല എല്ലാ ടീച്ചേഴ്സും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, താങ്ക് യു. താങ്ക് യു കനിഷ്ക മാം. സോ മാമിൻ്റെ ഒരു ജേർണി പറഞ്ഞു. ചിലപ്പോൾ മാമിനെ പോലെ തന്നെ ചിലപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഉള്ളവരിൽ നമ്മളുടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിൽ ആരെങ്കിലും തന്നെ ഉണ്ടാവുമായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രൂലി ഇൻസ്പിറേഷൻ ആവട്ടെ മാം എന്ന് കൂടി വിഷ് ചെയ്യാണ്. വൺസ് അഗെയിൻ താങ്ക് യു മാം ഫോർ ജോയിനിങ് വിത്ത് us ടുഡേ. സോ നെക്സ്റ്റ് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ശ്രീകല മാം ആണ്. ശ്രീകല MP completed her MA Psychology from January 2024 batch. മാം ഒരു ടീച്ചർ കൂടിയാണ്. I hope that ma'am has joined with us. Over to you, ma'am. നമസ്കാരം, ഞാൻ ശ്രീകല MP, പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട് താമസിക്കുന്നു. MA സൈക്കോളജി ജനുവരി 24th ബാച്ച് ആയിരുന്നു. ഞാനൊരു ടീച്ചറും കൂടിയാണ്, മാത്സ് ടീച്ചറാണ് ഹൈസ്കൂളിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് സൈക്കോളജി ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു BEdന്. അപ്പം അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ അറിയണം. അത് 94, ഇപ്പൊ എനിക്ക് 54 വയസ്സായിട്ടോ. അപ്പോൾ ആ ഒരു അന്നത്തെ ഒരു ചിന്ത, ഇപ്പോഴാണ് എനിക്കത് സാധിച്ചത്. ലേൺവൈസിനെ ഞാൻ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് പേജ് വഴിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലേൺവൈസിന്റെ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി, ഇപ്പോൾ മുരളീധരൻ സാർ എനിക്ക് മുന്നേ പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ. സൈക്കോളജി ക്ലാസ്സസ് ഇപ്പൊ നോക്കൂ, ഇഗ്നോവിന്റെ പുസ്തകമൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് സമയം, മാത്രമല്ല ആ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിച്ചാല് നമുക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ ലേൺവൈസിലെ ആ റെക്കോർഡഡ് വീഡിയോസും അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് അതൊക്കെ വളരെ സഹായകരമായിരുന്നു. അപ്പൊ ജോലിക്കിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു. മാത്രമല്ല എൻ്റെ മെന്ററായിട്ട് എനിക്ക് ഹാപ്പിനെസ് അംബാസഡർ ആയിട്ടുള്ള അക്ഷര മാം ആയിരുന്നു. മാം എനിക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഇത്രയും വർഷത്തിന് ശേഷം എനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റുമോ, കാരണം MSc മാത്സും ഒക്കെ എടുത്തിട്ടുള്ള ആൾ എങ്ങനെ MA സൈക്കോളജി പഠിക്കും. അപ്പൊ എനിക്ക് അവരുടെ ആ വാക്കുകളും എല്ലാം ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിലൂടെ എനിക്കൊരു ആ കോൺഫിഡൻസ് ലെവൽ കിട്ടി. അങ്ങനെ ആ ഹാർഡ് വർക്കിലൂടെ ഫസ്റ്റ് ഇയർ ഒക്കെ ഏറ്റവും നല്ല മാർക്കോട് കൂടി 72% എല്ലാം ക്ലിയർ ആക്കി. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ഇയർ ഇപ്പോൾ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. എന്നാലും ആ ലേൺവൈസിന്റെ ആ ഫുൾ സപ്പോർട്ട് വഴിയാണ് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ എക്സാം എഴുതാനും, അതുപോലെ തന്നെ അവരുടെ ആ PYQ, അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ വീഡിയോ ക്ലാസ്സസ്, ഓൺലൈൻ സെഷൻസ് ഉണ്ടായിരുന്നു. ചിലതിലൊന്നും എനിക്ക് വീട്ടിലത്തേക്ക് കാര്യങ്ങൾ കൊണ്ട് കയറാൻ പറ്റുമായിരുന്നില്ല, എന്നാലും ആ റെക്കോർഡഡ് ക്ലാസ്സസ് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഓരോന്നും ശരിക്കൊരു സിസ്റ്റമാറ്റിക് ആ ഒരു രീതി തന്നെയാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്രയും കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാനും എല്ലാം സാധിച്ചത് ലേൺവൈസിന്റെ ആ ഒരു മോഡ്യൂളും അവരുടെ ആ ടൈം ടേബിളും
അതുപോലെ തന്നെ പരീക്ഷയോട് അടുപ്പിച്ച് അവര് പരീക്ഷകൾ നമുക്ക് വേണ്ടിയിട്ട് നടത്തുമായിരുന്നു. ഓരോ എങ്ങനെയാണോ ഒരു സെൽഫ് സ്റ്റഡി ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അതെല്ലാം കൃത്യമായ ടൈം ടേബിൾ പ്രകാരം ഉള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇഗ്നോവിന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. നമ്മുടെ ഇപ്പം രജിസ്ട്രേഷൻ ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ മെമ്മറൈസ് ചെയ്യിച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ഇത് നോക്കാനൊന്നും നേരം കിട്ടാറില്ല, കാരണം ജോലി തിരക്കും. എങ്കിലും അതിന് ഇനി അഥവാ നമ്മൾ ആ മെസ്സേജ് കണ്ടില്ലെങ്കിൽ അപ്പൊ മാം, നമ്മുടെ എന്റെ മെന്ററായിട്ടുള്ള അക്ഷര മാം അത് വിളിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. അപ്പൊ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ദിവസവും എന്ത് ചെയ്യാ, വീഡിയോ ലെസൺസ് കൃത്യമായിട്ട് കാണാം. മാത്രമല്ല അതിന്റെ നോട്ട്സ് എല്ലാം അതിലുണ്ട്, അത് കൃത്യമായിട്ട് എഴുതുക. മാർക്കായാലും എല്ലാം കാര്യങ്ങളും നമുക്ക് ക്ലാസ് എടുത്ത് തരുന്ന ടീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ മെന്റർ ആയാലും കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഏതെങ്കിലും വീഡിയോ ക്ലാസ് കണ്ടില്ലെങ്കിൽ അത് വിളിച്ച് ഓർമ്മപ്പെടുത്തും. അപ്പൊ അത്രയും ഒരു ആത്മബന്ധം മെന്ററുമായിട്ടും എനിക്ക് തോന്നുന്നു ലേൺ വൈസുമായിട്ടും അങ്ങനെ ഒരു ലെവലിലാണ് ഞാൻ പോയിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു ചൊല്ലില്ലേ, സ്മൂത്ത് റോഡ് നെവർ മേക്സ് ഗുഡ് ഡ്രൈവേഴ്സ് അല്ലെ. അതായത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അത് നമ്മൾ ഹാർഡ് വർക്കിലൂടെയും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസിലൂടെയും ഒക്കെ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പാണ് വിജയം സുനിശ്ചിതമാണ്. പിന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നിട്ടുള്ള ലേൺ വൈസിന് ഈ വേളയിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു മാം. സോ മാം ഓൾറെഡി പറഞ്ഞു, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മളുടെ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഡെയിലി പ്ലാൻസ്, നമ്മളുടെ സ്റ്റഡി സപ്പോർട്ട്സുകൾ ലേൺ വൈസ് എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ത്രൂ ഔട്ട് ജേർണിയിൽ എക്സാമിന് എങ്ങനെയൊക്കെ ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും മെന്ററിന്റെ സപ്പോർട്ട് ഉണ്ടാവുക, ലേൺ വൈസ് ടീമിന്റെ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നമ്മൾക്ക് ഈ ഒരു വെരി ഷോർട്ട് ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയുന്നത് പോലെ തന്നെ നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇന്ന് 3 പേരാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് വി ഹാഡ് നമ്മളുടെ മുരളീധരൻ സർ നമ്മളുടെ അടുത്ത് സംസാരിച്ചു, അതുപോലെ തന്നെ കനിഷ്ക മാം ആൻഡ് ഓൾസോ ശ്രീകല മാം. സോ 3 പേരെടുത്തും നമ്മളുടെ ലേൺ വൈസ് ടീമിന്റെ ഭാഗത്തു നിന്നും ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു ബിഗ് താങ്ക് യു പറയാണ്. മേ ബി നിങ്ങൾ ഈ 3 പേരും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ട്രൂ ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കൂടി വിഷയ കൂടി ചെയ്യാണ്. സോ നമ്മൾ നെക്സ്റ്റ് ഇനി മൂവ് ഓൺ ചെയ്യാണ്. സോ നമുക്കറിയുന്നത് പോലെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ സെഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിന്റെ ന്യൂ ഹൊറൈസൺസ് ഫോം, നമ്മുടെ ലേണർ പ്രൊഫൈൽ ഫോം ആണ് ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും പേഴ്സണലി തന്നെ ഇൻഡിവിജ്വലി നമ്മളുടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഐദർ മെന്റർ ത്രൂ അല്ലെങ്കിൽ LSC ത്രൂ നമ്മൾ ഗൂഗിൾ ഫോം ആണ് ബേസിക്കലി അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. എങ്ങനെയായിരിക്കും ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗ്ലിംസസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. സോ നമ്മളുടെ ഫോം കിട്ടുന്നത് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ത്രൂ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഈ ഫോം കിട്ടുന്നുണ്ടാവുക. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. സോ നമുക്ക് ഇതുപോലെ ഒരു ഗൂഗിൾ ഫോം ആയിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങളുടെ ഓരോരുത്തരും നമ്മുടെ ഫോണിലാണെങ്കിൽ ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണുന്നത് പോലെ യു ക്യാൻ സി നമ്മളുടെ നെയിം ചോദിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഏജ്. ബേസിക്കലി നമ്മുടെ ഈ ഒരു ലേൺ വൈസ് ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോമിന്റെ ഒരു മെയിൻ പേർപ്പസ് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരും പറയാം. ബിക്കോസ് നിങ്ങൾ ഓരോരുത്തരും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും എങ്ങനെയായിരിക്കണം നമ്മളുടെ എന്തൊക്കെ അഡീഷണൽ സപ്പോർട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ ബെറ്റർ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഐഡിയ നിങ്ങൾ ഓരോരുത്തരെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതുപോലെ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനീഷ്യലി തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും നിങ്ങളുടെ അടുത്ത് അത് മാൻഡേറ്ററി ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരണം എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ രീതിയിലായിട്ടുള്ള നമ്മുടെ ഈ ആൻസേഴ്സ് ഒന്നും വേറൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യം ഇല്ല. സോ യു ക്യാൻ സി നമ്മളുടെ ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ ഫോമിലെ നെയിം, ഏജ്, അതുപോലെ തന്നെ ജെൻഡർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൈമറി മൊബൈൽ നമ്പർ കൊടുക്കുക.
അത് ബേസിക്കലി നമ്മുടെ വാട്സപ്പ് നമ്പർ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അതുപോലെ തന്നെ നമ്മളുടെ ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നിങ്ങൾ കറൻ്റ് ആയിട്ട് നിങ്ങൾ താമസിക്കുന്ന പ്ലേസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇഗ്നോയിൽ പ്രോഗ്രാംസസ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഇഗ്നോ നമ്മുടെ ലാൻഡ്വൈസിൽ ഏത് പ്രോഗ്രാമിനാണോ എൻറോൾ ചെയ്തിട്ടുള്ളത് ആ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വൈ ഡിഡ് യു ചൂസ് ദിസ് പ്രോഗ്രാം, അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ചൂസ് ചെയ്തു എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള ആസ്പിറേഷൻസ് ഉണ്ടാകും, പല പല ഗോൾസുകളായിരിക്കും, പല പല ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു ഡിഗ്രി ഇപ്പോൾ ഇന്നൊരു ഡിഗ്രി വേണം എന്നുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ പാക്കേജ് വിത്ത് മെൻറ്റർഷിപ്പ് ആണോ അത് അല്ലെങ്കിൽ വിത്തൗട്ട് മെൻറ്റർഷിപ്പ് ആണോ എന്നുള്ളത് കൂടിയായിരിക്കും. അതിനുശേഷം നമ്മുടെ സെക്ഷൻ 2ലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സി ദ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഓക്യുപ്പേഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്റ്റാറ്റസ് ഇപ്പോൾ സ്റ്റഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടെൽ us about your key academic or career milestones, അതായത് നമ്മളുടെ കരിയറിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അക്കാഡമിക്കലായിട്ടുള്ള എന്തെങ്കിലും മൈൽ സ്റ്റോൺസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ ദറ്റ് വി ആർ വെരി ഹാപ്പി ടു നോ ദാറ്റ് ഓൾസോ. അതിനുശേഷം നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ഡു യു ഹോപ്പ് ടു അച്ചീവ് ഇൻ ദ നെക്സ്റ്റ് 2-3 years, എങ്ങനെയാണ് വാട്ട് ഡു യു ഹോപ്പ് ടു അച്ചീവ്, എന്താണ് നമ്മൾ അടുത്ത 2-3 വർഷത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ സെക്ഷൻ 3ലേക്ക് പോകുന്ന സമയത്ത് യു ക്യാൻ സി സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് അച്ചീവ്മെന്റ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർ ദർ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആർ ദർ ഇനി സ്പെഷ്യൽ സ്കിൽസ് ഓർ അച്ചീവ്മെന്റ്സ് യു വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ്, എന്തെങ്കിലും നമ്മുടെ സ്പെഷ്യൽ സ്കിൽസോ. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് റെഡിയാക്കി തരാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടി അഡീഷണൽ സപ്പോർട്ട്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ധൈര്യമായിട്ടും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ സ്കിൽസ് അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് അതിനകത്ത് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ വി വുഡ് ലൈക്ക് ടു ഹിയർ യുവർ സ്റ്റോറി. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ പല ചാലഞ്ചസ് ഓവർകം ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു അവാർഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ജേർണി ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് സ്പെഷ്യൽ ആയിക്കോട്ടെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റോറി നമ്മൾക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു സ്റ്റോറി ഇവിടെ മെൻഷൻ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ സെക്ഷൻ 4ലേക്ക് പോകുന്ന സമയത്ത് സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. സോ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏത് സ്കില്ലാണ് എന്നുള്ളത് നമ്മൾക്ക് വിച്ച് സ്കിൽ ഏരിയാസ് ആർ യു മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ഡെവലപ്പിംഗ്, ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുള്ളത്. നമ്മൾ കുറച്ച് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻസിൽ ഇല്ലാത്തതാണെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ദി അതർ ഓപ്ഷൻ. സോ ദാൻ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ലിസ്റ്റ് ഇൻ സ്പെസിഫിക് സ്കിൽ യു ഫീൽ ഈസ് ഇൻ ഡിമാൻഡ് ഓർ ഇൻ യർ പേഴ്സണാലിറ്റി വോണ്ട് ടു ലേൺ. അതായത് നമ്മൾക്കിപ്പോൾ ഓൾറെഡി പറയുന്ന പോലെ ഏതെങ്കിലും സ്പെഷ്യൽ സ്കില്ല് നമുക്ക് അറിഞ്ഞിരിക്കണം, അതായത് എനിക്കിതും കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യൽ സ്കിൽസ് ഉണ്ടെങ്കിൽ സോ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള മൊമെന്റ്സുകളുടെ നമ്മുടെ കംപ്ലീറ്റ് ജേർണിയിൽ വി വിൽ ട്രൈ ടു ഇൻകോപ്പറേറ്റ് ഓൾസോ. സോ പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 5th സെഷനാണ് നമ്മുടെ വെൽബീങ് നീഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിഫറൻസസ് ആണ്. സോ വാട്ട് ആസ്പെക്ട്സ് ഓഫ് വെൽബീങ് വുഡ് യു ബി ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്പ്ലോറിംഗ് ത്രൂ ലേൺവൈസ്. നമ്മളുടെ ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഏത് ആസ്പെക്റ്റ് ആണ് കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ദി അതർ ഓപ്ഷൻ ആൻഡ് ടൈപ്പ്. ഇതിനകത്ത് കൊടുക്കാത്ത ഓപ്ഷൻസ് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ അതർ ഓപ്ഷൻ, അതിനുശേഷം ഒന്ന് ടൈപ്പ് ചെയ്യാവുന്നത് കൂടിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഹാവ് യു ഫേസ്ഡ് എനി ചലഞ്ചസ് റിലേറ്റഡ് ടു വെൽബീങ് ഓർ പേഴ്സണൽ ഗ്രോത്ത് ഇൻ അക്കാഡമിക് ആൻഡ് പേഴ്സണൽ ലൈഫ്. നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ അലുമിനെ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു നമുക്കിവിടെ ഒരു ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. നമ്മുടെ കൗൺസിലിംഗ് സെഷൻസ് വേറെ ഒരു റിക്വയർസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കെയർ ആവശ്യമുണ്ട്, സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ഓൺ ദാറ്റ്. അതുപോലെ തന്നെ വിച്ച് ഫോർമാറ്റ്സ് ഫോർ വെൽബീങ് പ്രോഗ്രാംസ് ഓർ റിസോഴ്സസ് വുഡ് യു പ്രിഫർ, അതായത് നമ്മളുടെ ഇപ്പോൾ ലൈവ് വർക്ക്ഷോപ്സുകളാണോ നിങ്ങൾക്ക് വേണ്ടത് കുറച്ചും കൂടി വെൽബീങ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതോ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ മൊഡ്യൂൾസ് ആണോ വേണ്ടത്, അതോ 1-to-1 കൗൺസിലിംഗ് സെഷൻസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ അതർ ഓപ്ഷൻസുകളാണോ വേണ്ടത് എന്നുള്ളത് യു ക്യാൻ മെൻഷൻ.
ആൻഡ് ദ 6th സെക്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ അക്കാഡമിക് ആൻഡ് കരിയർ ആസ്പിറേഷൻസ് ആണ്. അതായത് നമ്മൾ പറയുന്ന പോലെ നെക്സ്റ്റ് 3 to 5 ഇയേഴ്സിൽ നമ്മൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം അല്ലേ. നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കോഴ്സ് 3 അല്ലെങ്കിൽ 4 ഇയേഴ്സ് അല്ലെങ്കിൽ 2 ഇയേഴ്സോടെ കംപ്ലീറ്റ് ചെയ്യും. സോ നമ്മൾ അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് യു ക്യാൻ മെൻഷൻ. അതുപോലെ തന്നെ വിച്ച് ചാലഞ്ച് ഡു യു ആൻറ്റിസിപ്പേറ്റ് വൈൽ പെർസ്യൂം ദീസ് ആസ്പിറേഷൻസ്. അതായത് നമുക്കറിയാം അല്ലേ, നമ്മൾക്ക് ഓരോരുത്തർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ നമ്മുടെ ഒരു സിനാരിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി ആഗ്രഹങ്ങളോടെ നമ്മൾ ജോയിൻ ചെയ്തു. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചാലഞ്ചസ് എന്തെങ്കിലും നമ്മൾ കാണുന്ന ചിലപ്പോൾ കുറേ ബാരിയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ആസ്പിറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, മേ ബി ടൈം മാനേജ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലാംഗ്വേജ് ബാരിയേഴ്സ് ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചലഞ്ചസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു ക്യാൻ മാർക്ക്. സോ ഇതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ ഇവിടെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ മതി. സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മാർക്ക് ചെയ്യും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോമിൻ്റെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഫോം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. മാൻഡേറ്ററി ആയിട്ട് തന്നെ നമ്മളത് ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാൻ അത്രയും സ്ട്രെസ് ചെയ്യുന്നത് വൈ, ബിക്കോസ് നമുക്കറിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഫൈലും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും ബെറ്റർ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലേൺ വൈസിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസോഴ്സസും സപ്പോർട്ട്സുകളും ട്രെയിനിങ് പ്രോഗ്രാംസും വർക്ക്ഷോപ്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ മൂവിങ് ടു ദ എൻഡ് ഓഫ് ദ സെഷൻ. സോ നമുക്കറിയുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ലേൺ വൈസ് ഹൊറൈസൺ ഫോം, നമ്മൾ പ്രൊഫൈൽ ഫോം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾക്ക് ബിഫോർ വി ലീവ് ടുഡേ സെഷൻസ്, അതായത് നമ്മുടെ ഓറിയന്റേഷൻ്റെ ഫസ്റ്റ് സെഷനാണ് നമ്മൾ ഹാപ്പിലി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. വെരി ഹാപ്പി ടു സീ യു ഓൾ. സോ നമുക്കറിയുന്നത് പോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ്, അപ്കമിങ് സെഷൻസിനെ പറ്റിയിട്ടുള്ള ഓവർവ്യൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊഫൈൽ ഫോം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ടെന്നുള്ളതും എൻഷുർ ചെയ്യുക. പിന്നെ എക്സ്പെഷ്യലി ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്, നിങ്ങളെല്ലാവരും റീനെയിം ചെയ്യുന്നുണ്ടെന്നുള്ളത് സ്പെഷ്യലായിട്ട് ഉറപ്പുവരുത്താം. സോ നിങ്ങൾക്ക് നമ്മുടെ ഈ സെഷൻ കഴിയുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വൺ ഇസ് നമ്മുടെ സ്കെഡ്യൂൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു സ്കെഡ്യൂളിൻ്റെ നമ്മുടെ ഒരു പോസ്റ്റർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സ്കെഡ്യൂൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ സെഷൻസും അതാത് ടൈമുകളിൽ അതാത് ഡേയ്സിൽ നമ്മൾ ഒരു സെഷൻസ് മിസ് ഔട്ട് ചെയ്യാതെ, നമ്മൾ 10 സെഷൻസ് ആണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സെഷനാണ് നമ്മളിന്ന് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് 9 more സെഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 9 more സെഷൻസും നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സക്സസിനുള്ള ഏറ്റവും മേജർ എലമെന്റ് ആണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സോ ബി വെരി കൺസിസ്റ്റൻറ്റ്. എല്ലാ സെഷൻസും നമുക്ക് പറ്റുന്ന പോലെ തന്നെ ഫുൾ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. തുടക്കം മുതൽ തന്നെ 7:30 തുടങ്ങുന്ന സെഷൻ ആണെങ്കിൽ 7:30 മുന്നേ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ കംപ്ലീറ്റ് എൻഡ് ഓഫ് ദ സെഷൻ വരെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ തന്നെ ഓരോ സെഷൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇഫ് യു ഫീൽ യു നീഡ് എനി ഹെൽപ്പ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് എനി ഓഫ് us. തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മെന്റേഴ്സ് ആണെങ്കിലും LSE ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസ് ടീമും. സോ വെരി ഹാപ്പി ടു സീ യു ദ ജാൻ 2026 ലേണേഴ്സ് ഒന്നും കൂടി കാണാൻ പറ്റിയതിലും. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഓഫ് യു ഫോർ ജോയിൻ വിത്ത് us ടുഡേ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.